2023 മാർച്ചിൽ നടന്ന SSC ഗണിത ചോദ്യപേപ്പറിലെ 18ാമത്തെ ചോദ്യം മുതലുള്ള അവയുടെ ഉത്തരമാണ് ഇവിടെ കണ്ടെത്തുന്നത്. അപ്പോൾ 18ാമത്തെ ചോദ്യം ഇതാണ്: ചക്രീയ ചതുർഭുജം ABCD-യിൽ AC BD എന്നീ വികരണങ്ങൾ P യിൽ മുറിക്കുന്നു. PA 12 സെന്റിമീറ്റർ, PC 2 സെന്റിമീറ്റർ, BD 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ PB X എന്നെടുത്താൽ PD X ഉൾപ്പെടുന്ന വിധം എഴുതുക. രണ്ടാമത് PB PD ഇവയുടെ നീളം കണക്കാക്കുക എന്നുള്ളതാണ്. ഇവിടെ ABCD എന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അതായത് ചക്രീയ ചതുർഭുജം. AC BD ഇവ അതിന്റെ ഡയഗണൽ ആണ്, അത് P യിൽ കട്ട് ചെയ്യാണ്, P യിൽ മുറിക്കുന്നു. അപ്പോൾ if PB is equal to X, PB എന്നത് X എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ് PD? അപ്പൊ നമുക്ക് ആദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ എടുത്താം. BD എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് PB എന്നത് X എന്ന് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് PD? PD എന്ന് പറയുന്നത് 11 നിന്ന് X കുറച്ചായിരിക്കും. PD is equal to 11 minus X. അപ്പോ രണ്ടാമത് B, PB PD ഇവയുടെ നീളം കണക്കാക്കുന്നതാണ്. ഇവിടെ P യിലാണ് AC BD എന്ന് പറയുന്ന ഈ രണ്ട് വികരണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് AP into CP or PC is equal to BP into PD. BP into PD നമുക്കറിയാം, ഈ ഇക്വേഷൻ അറിയാം നമുക്ക്. AP into CP equal to BP into PD. അപ്പോൾ വാട്ട് ഈസ് AP? AP എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ഇൻറ്റു PC അല്ലെ CP എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സമം BP X ഇൻറ്റു PD. PD ഓൾറെഡി നമ്മൾ കണ്ടെത്തി 11 മൈനസ് X ആണ്, 15 മൈനസ് X ആണ്. 11 മൈനസ് X. 12 ഇൻറ്റു 2 ഇത് 24 ആണ്, 24 സമം X ഇൻറ്റു 11, 11X മൈനസ് X ഇൻറ്റു X സ്ക്വയർ, 15X മൈനസ് X സ്ക്വയർ. ഇതെല്ലാം ഒരു സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ മൈനസ് X സ്ക്വയർ 11X ഇടതുഭാഗത്ത് എടുക്കുമ്പോൾ X സ്ക്വയർ മൈനസ് 11X ആയിട്ട് മാറും. പിന്നെ ഇവിടെ പ്ലസ് 24 ഈസ് ഈക്വൽ ടു 0. X സ്ക്വയർ മൈനസ് 11X പ്ലസ് 24 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4 ഡിസ്ക്രിമിനന്റ് കണ്ടെത്തിയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. ഫാക്ടറൈസ് ചെയ്യുമ്പം രണ്ട് സംഖ്യയുടെ സമ്മ് തുക നെഗറ്റീവ് പോയിന്റ് നിന്ന് അവിടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം എന്ന് 24 കിട്ടണം. അപ്പോൾ നമുക്കത് -3 ആൻഡ് -8 ആണ്. -3 -8 ഇവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -11 കിട്ടും. -3 ഇൻറ്റു -8 നെഗറ്റീവ് 3 നെഗറ്റീവ് 8 പോസിറ്റീവ് 24 ആയിരിക്കും. അപ്പോൾ നമുക്ക് X സ്ക്വയർ മൈനസ് 11X പ്ലസ് 24 0 എന്നതിനെ X മൈനസ് 3 ഇൻറ്റു X മൈനസ് 8 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. X മൈനസ് 3 ഇൻറ്റു X മൈനസ് 0. ഇപ്പോൾ രണ്ട് ഇവയുടെ ഗുണനഫലം 0 ആയതുകൊണ്ട്, പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് ഒന്നുകിൽ X മൈനസ് 3 ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ X മൈനസ് 8 ഈക്വൽ ടു 0 കിട്ടും. X മൈനസ് 3 ഈക്വൽ ടു 0 ആണ്. X ഈക്വൽ ടു 0 പ്ലസ് 3 0 പ്ലസ് 3 അതായത് 3 എന്ന് കിട്ടും. X മൈനസ് 8 0 ആയതുകൊണ്ട് X സമം 0 പ്ലസ് 8 0 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ 3 അല്ലെങ്കിൽ 8 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് PB PD ഇവയുടെ നീളം കണക്കാക്കുന്നതാണ്. PB ആൻഡ് PD. PB എന്ന് പറയുന്നത് ഇത് X എന്നത് 3 ആയിട്ടാണ്, 3 ആയിട്ട് എടുക്കുന്നതെങ്കിൽ PD എന്നത് 11 മൈനസ് 3 ഈക്വൽ 8 കിട്ടും. അല്ല, PB എന്നത് 8 ആണ്, 8 എന്ന് എടുക്കുന്നതെങ്കിൽ PD എന്ന് പറയുന്നത് 11 മൈനസ് 8 3 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് BP ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്നും PD എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ എന്നും എഴുതാൻ വേണ്ടി സാധിക്കും. അടുത്ത ചോദ്യം ഇതാണ്: O കേന്ദ്രമായ വൃത്തത്തിലെ ഒരു ഞാനാണ് BC. BC 10 സെന്റിമീറ്റർ ആണ്, കോൺ A 60 ഡിഗ്രി ആണ്. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. ഇവിടെ O എന്നത് ഈ സർക്കിളിന്റെ ഒരു സെന്റർ ആണ്. BC എന്നൊരു കോഡാണ്.
ബി സിയുടെ ലെങ്ത് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കോൺ എ ഈക്വൽ 60 ഡിഗ്രി അറിയാം. ഈ വൃത്തത്തിന്റെ ആരം കണക്കാക്കണം. നമുക്കറിയാം പിന്നെ എ ബി സി എന്നതിനെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു വൃത്തമാണ്, ഒരു പരിവൃത്തമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു സൂത്രവാക്യം ഓൾറെഡി അറിയാം. ഒരു ത്രികോണത്തിന്റെ വശം എയും അതിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എയുമാണ്, പരീക്ഷ എയുമാണെങ്കിൽ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഇത് ഓൾറെഡി നമുക്ക് അറിയാം. ഈ വില കൊണ്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ എ എന്ന് പറയുന്നത് കോൺ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ്. ഇതാണ് എ വരുന്നത്. ബിക്കെതിരെയാണ് ഇവിടെ ബി വരിക, സിക്കെതിരെ സി. എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി എന്ന് പറയുന്ന ഈ സൂത്രവാക്യം ഇത് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തേക്ക് എത്താൻ പറ്റും. ഇവിടെ ഇസ് ഈക്വൽ ടു ആർ ആണ്. ഇസ് ഈക്വൽ ടു ആർ. ആർ എന്ന് പറയുന്നത് ഇതിന്റെ പരിവൃത്തമാണ്, പരിവൃത്ത ആരമാണ്. എ ബൈ സൈൻ ഈസ് ഈക്വൽ ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഇസ് ഈക്വൽ ടു 2r. ഇവിടെ എ എന്ന് പറഞ്ഞത് 10 ആണ്. ഇവിടെ ബി സി ഈക്വൽ 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 ബൈ സൈൻ എ, സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു 2r. 10 by sin 60 is equal to 2r. That is 10 by sin 60 means root 3 by 2. Root 3 by 2 is equal to 2r. 10 by root 3 by 2 is equal to 2r. 10 by root 3 by 2 means 10 into 2 by root 3. അതായത് 20 by root 3. 20 by root 3 is equal to 2r. 10 by root 3 by 2 എന്ന് പറയുമ്പോൾ 10 into 2 by root 3. അപ്പോൾ 10 into 20, 20 by root 3 equal to 2r. അപ്പോൾ ഇറ്റ് ഈസ് 22 നമുക്ക് 6 കണക്കാണ്. ആ സമം 20 ബൈ റൂട്ട് 3 ഇൻറ്റു 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20 ബൈ റൂട്ട് 3 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഈ 2 20 10 പ്രാവശ്യം പോകും. 10 ബൈ റൂട്ട് 3 എന്നിട്ട് 10 ബൈ റൂട്ട് 3 ആണ് ഇവിടെ ആരമായിട്ട് വരിക. ആർ ഈക്വൽ ടു 10 ബൈ റൂട്ട് 3. 20ാമത്തെ ചോദ്യം, എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സാമാന്തരമാണ്. ഇറ്റ്സ് എ പാരലോഗ്രാം. അതിന്റെ 3 മൂലകൾ എ ബി സിയുടെ സൂചകസംഖ്യ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. സിയുടെ സൂചകസംഖ്യ എഴുതണം. ഈ സിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതണം. എ സി എന്ന വികരണത്തിന് നീളം കണക്കാക്കണം. എ സി എന്ന് പറയുന്നത് ഡയഗണൽ എത്രയാണെന്ന് എഴുതണം. വികരണങ്ങൾ കൂട്ടിക്കൊടുത്ത ബിന്ദുവിന്റെ സൂചകസംഖ്യ എഴുതണം. ഈ 2 വികരണം, അത് എ സിയും ബി ഡിയും വരച്ചു കഴിഞ്ഞാൽ ഗണിക്കുന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ എഴുതണം. ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എ ബി സിയുടെ ഒരു പാരലോഗ്രാം ആണെന്ന് പറയുന്നത്, സാമാന്തരമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് നമുക്കറിയാം ഈ 4ാമത്തെ ശീർഷത്തിന്റെ സൂചകസംഖ്യ കാണാൻ വേണ്ടിയിട്ട് അതിന് മെത്തേഡ് ഇതാണ്. ഇപ്പം ഇത് എക്സ് വൈ എന്ന് കരുതുകയാണെങ്കിൽ സിയുടെ സൂചകസംഖ്യ എന്ന് പറയുന്നത് കാണാൻ, എക്സ് സൂചകസംഖ്യ കാണാൻ വേണ്ടിയിട്ട് ബിയുടെയും ഡിയുടെയും എക്സ് സൂചകസംഖ്യ കൂട്ടിയിട്ട് അതിൽ നിന്ന് എയുടെ എക്സ് സൂചകസംഖ്യ 7 കുറച്ചാൽ മതി. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് 12 പ്ലസ് 10 മൈനസ് 7 എടുത്താൽ മതി. 12 പ്ലസ് 22 22 മൈനസ് 7 അതായത് 15. അപ്പോൾ ഇത് എക്സ് സൂചകസംഖ്യ 15 എന്ന് കിട്ടും. അതുപോലെ വൈ സൂചകസംഖ്യ ഇവിടെ 7ഉം 11ഉം കൂടി കൂട്ടിയിട്ട് 5 കുറച്ചാൽ മതി. വൈ എന്ന് പറയുന്നത് 7 പ്ലസ് 11 കുറക്കണം 5, അതായത് ഇത് രണ്ടും കൂടി 18 വരും. 18 മൈനസ് 5 ഈക്വൽ ടു 13, 13. അപ്പോൾ 15 13 ഇതായിരിക്കും സിയുടെ സൂചകസംഖ്യ. എക്സ് സൂചകസംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഈ 2 എക്സ് തമ്മിൽ കൂട്ടിയിട്ട് ആദ്യത്തെ എക്സ് അങ്ങോട്ട് കുറക്കുക. വൈ കാണാൻ വേണ്ടിയിട്ട് ഈ 2 വൈ തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ 5 എയുടെ വൈ അങ്ങോട്ട് കുറക്കുക. അപ്പോൾ നമുക്ക് 15 13 കിട്ടും. ഇതാണ് ആദ്യത്തെ ഉത്തരം. സിയുടെ സൂചകസംഖ്യകൾ 15 and 30, 15 13. എ സി എന്ന വികരണത്തിന് നീളം കണക്കാക്കുക. എ സി എന്ന് പറഞ്ഞാൽ 7 5 ഇതിൽ നിന്ന് 15 13ലേക്കുള്ള അകലമാണ്. അപ്പൊ എ സി നമുക്ക് ഇങ്ങനെ കണക്കാക്കാം. എ സി സമം സ്ക്വയർ റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. സോറി 7 5 15 13 ആണ്. അപ്പോൾ x2 മൈനസ് x1 15 മൈനസ് 7 15 മൈനസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 13 മൈനസ് 5 ഹോൾ സ്ക്വയർ.
13 മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഈക്വൽ ടു റൂട്ട് ഓഫ് 15 7 കുറച്ച് 8 ആണ് 8 സ്ക്വയർ പ്ലസ് ഇതെന്ത് വരും 7 വരും 7 സ്ക്വയർ സോറി 8 സ്ക്വയർ 15 7 കുറച്ചാൽ 8 13 5 കുറച്ചാൽ 8 അപ്പോൾ എന്ത് കിട്ടും നമുക്ക് റൂട്ട് 64 പ്ലസ് 64 കിട്ടും അപ്പോൾ റൂട്ട് 128 ആയിരിക്കും. അതിന് വീണ്ടും മാറ്റിയിട്ട് റൂട്ട് 64 ഇൻറ്റു 2 ചെയ്താൽ 2 റൂട്ട് 64 അപ്പോൾ റൂട്ട് 64 8 ആയതുകൊണ്ട് 8 റൂട്ട് 2 8 റൂട്ടിൻ്റെ കൂടെ എ സി എന്ന വികരണത്തിന് നീളമായിട്ട് വരുന്നത്. അടുത്തത് വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ എഴുതുക. അപ്പോൾ എ സിയും ബി ഡിയും കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദു ഇതാണ് ഇരിക്കുക. ഇതിന് പ്രത്യേകം അറിയാം എ സിയും ബി സിയും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്ന് പറയുന്നത് ആ വികരണങ്ങളുടെ മധ്യബിന്ദു ആയിരിക്കും, മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി 7 ഇഞ്ച് 15 13 ഇതിന്റെ എക്സ് സൂചകസംഖ്യ കൂട്ടി പകുതിയാക്കുക, വൈ സൂചകസംഖ്യ കൂട്ടി പകുതിയാക്കിയാൽ മതി. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് 15 പ്ലസ് 7/2 ഇതാണ് എക്സ് സൂചകസംഖ്യയായിട്ട് വരിക. മിഡ് പോയിന്റിന്റെ 15ഉം 7ഉം കൂട്ടി 2 കൊണ്ടിരിക്കുന്നു. അപ്പോൾ 22/2 എന്നത് 11 കിട്ടും. മിഡ് പോയിന്റിന്റെ വൈ സൂചകസംഖ്യ കാണാൻ വേണ്ടിയിട്ട് 5ഉം 13ഉം കൂടി കൂട്ടുക. 5 പ്ലസ് 13 അതിന്റെ പകുതി അപ്പോൾ 18/2 അതായത് 9 കിട്ടും. അപ്പോൾ ഈ മിഡ് പോയിന്റ് സൂചകസംഖ്യ എന്ന് പറയുന്നത് 11ഉം 9 11 ആൻഡ് 9. എക്സ് സൂചകസംഖ്യ 11 വൈ സൂചകസംഖ്യ 9 എന്ന് കിട്ടും. ഇതാണ് എൻ്റെ ഉത്തരമായിട്ട് മൂന്നാമത്തെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഇതൊരു സമചര സ്തൂപിയെ നിവർത്തി വെച്ച രൂപമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഒരു സമചര സ്തൂപി ഉണ്ടാക്കുന്നു. സമചരത്തിന്റെ ഒരു വശം 40 സെന്റിമീറ്റർ ആണ്. ത്രികോണങ്ങളുടെ ഉയരം 25 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്തൂപികയുടെ ചരിവുയരം അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്തായിരിക്കും? സ്തൂപികയുടെ ഉയരം കണക്കാക്കണം, ഹൈറ്റ് കണക്കാക്കണം, സ്തൂപികയുടെ വ്യാപ്തം അതിന്റെ വോളിയം കണക്കാക്കണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രശ്നത്തിന്റെ ഉത്തരം സ്തൂപികയുടെ ചരിവുയരം എന്താന്നുള്ളതാണ്. അപ്പൊ ഇതുപയോഗിച്ച് സ്തൂപിക ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്തൂപികയുടെ ഇങ്ങനെ സ്തൂപിക ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്തൂപികയുടെ ചരിവുയരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഉയരം തന്നെയാണ്. എന്താ ഈ ത്രികോണത്തിന്റെ ഉയരമായിട്ട് വരും. ഈ വശത്തിന്റെ ഉയരം ഉന്നതി എന്ന് പറയുന്നത് ഈ സ്തൂപികയുടെ ചരിവുയരം ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഉത്തരം കിട്ടി. സ്തൂപികയുടെ ചരിവുയരം എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ഉന്നതി അല്ലെങ്കിൽ ഉയരം എന്താണോ അത് തന്നെയാണ് സ്തൂപികയുടെ ചരിവുയരമായിട്ട് വരിക. അപ്പോൾ സ്തൂപികയുടെ ചരിവുയരം എത്രയാണ്? 25 സെന്റിമീറ്റർ 25 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. അടുത്തത് സ്തൂപികയുടെ ഉയരം കണക്കാക്കുക. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇതിന്റെ പാദവക്ക് എ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്ററും പിന്നെ സ്ലാൻഡ് ഹൈറ്റ് എൽ സമം 25 25 സെന്റിമീറ്റർ ആണ്. നമുക്ക് എച്ച് കണക്കാക്കണം, ഉയരം എത്ര? ഇതാണ് ചോദ്യം. സ്തൂപികയുടെ ഉയരം കണക്കാക്കണം. അപ്പോൾ എയും എല്ലും എച്ചും കണക്ട് ചെയ്ത സമവാക്യം എന്താണ്? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നാണ്. എൽ സ്ക്വയർ ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പൊ 25 സ്ക്വയർ സമം a/2 40/2 ഇതാണ് a/2 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നായിട്ട് മാറി. അപ്പോൾ 25 സ്ക്വയർ 625 സമം 40/2 20 സ്ക്വയർ 400 ആണ്. 400 പ്ലസ് എച്ച് സ്ക്വയർ. അപ്പോൾ 625 മൈനസ് 400 സമം എച്ച് സ്ക്വയർ കിട്ടും. ഇത് 225 ആണ്. 225 സമം എച്ച് സ്ക്വയർ. അതുകൊണ്ട് എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 225 അതായത് 15 225 ആയതുകൊണ്ട് റൂട്ട് 225 15 കിട്ടും. അപ്പോൾ ഉന്നതി അല്ലെങ്കിൽ സ്തൂപികയുടെ ഉയരം ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 15 കിട്ടി. സി സ്തൂപിയുടെ വ്യാപ്തം കണക്കാക്കുക. അപ്പോൾ വ്യാപ്തം കണക്കാക്കാൻ നമുക്കറിയാം വി എന്ന് പറയുമ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു 1/3 a സ്ക്വയർ എച്ച് ആണ്. ഒരു പിരമിഡിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 a സ്ക്വയർ എച്ച് ആണ്. ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ. ഇവിടെ എ എന്ന് ഉദ്ദേശിച്ചത് 40 സ്ക്വയർ ഇൻറ്റു എച്ച് 15. ഇവിടെ നമുക്ക് 3 15 5 പ്രാവശ്യം പോകും. 1 ഇൻറ്റു 40 സ്ക്വയർ നമുക്ക് 1600 ഇൻറ്റു 5 വരും. അത് 0 0
5 6 30 ബാക്കി 3 1 5 5 3 8 8000 ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ഇതായിരിക്കും അതിൻ്റെ വ്യാപ്തമായിട്ട് വരിക. 1/3 A² H ആണ് വോളിയം ഓഫ് എ പിരമിഡ്. 1/3 × 40² × 15 1600 × 5 സോ 8000 എന്ന് കിട്ടിയതാണ് ആൻസർ.